ജാർഖണ്ഡിന് ശേഷം മറ്റൊരു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കൂടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ പാത്രമായി മാറുകയാണ്. അത് ഹിമാചൽ പ്രദേശാണ്. നമുക്കറിയാം, ജാർഖണ്ഡിൽ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം അവിടെ കൊടുമ്പിരി കൊള്ളുകയാണ്. അവിടെയുള്ള നിയമസഭാ വിദ്യാർത്ഥികൾ വളഞ്ഞിരിക്കുകയാണ്. നിയമസഭയിലേക്ക് വിദ്യാർത്ഥികൾ ഏത് നിമിഷം വേണമെങ്കിലും ഇടിച്ചു കയറാമെന്നുള്ള സാഹചര്യമാണ് നിലവിൽ അവിടെ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന ഹിമാചൽ സർക്കാർ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 60 പൈസയുടെ വിധവ അനാഥ സെസ് ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുതിയ നികുതി ചുമത്തിയത് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ് എന്നുള്ളതാണ് ജനങ്ങൾ അവിടെ ഇളകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. സുക്കു സർക്കാരിന്റെ ഈ പുതിയ നികുതിയെക്കുറിച്ച് വലിയ കോലാഹലമാണ് അവിടെ ഉയർന്നിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ വാഹന ഉടമകൾക്ക് പണപ്പെരുപ്പം വീണ്ടും തിരിച്ചടിയായി. ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് വിൽക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വില 60 പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിലെ കാരണം അസംസ്കൃത എണ്ണയുടെ വിലയോ പണപ്പെരുപ്പമോ അല്ല, മറിച്ച് വിധവ അനാഥ സെസ് എന്ന് പേരിട്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ ചുമത്തിയ പുതിയ നികുതിയാണ്. സംസ്ഥാന നികുതി എക്സൈസ് വകുപ്പ് സംസ്ഥാന വാറ്റ് നിയമപ്രകാരം ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു. എണ്ണ കമ്പനികൾ ഡീലർമാർക്ക് വിൽക്കുന്ന ഇന്ധനത്തിന്റെ ആദ്യ വിൽപ്പനയിൽ മാത്രമേ ഈ സെസ് ബാധകമാകൂ. നിലവിൽ ഈ സെസ് ലിറ്ററിന് 60 പൈസയാണ്. എന്നാൽ നിയമപ്രകാരം ലിറ്ററിന് 5 രൂപയായി വർദ്ധിപ്പിക്കാൻ സർക്കാരിന് അവകാശമുണ്ട് എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. പെട്രോൾ പമ്പ് ഡീലർമാർ ചോദ്യങ്ങൾ ഉന്നയിച്ചു. പ്രതിപക്ഷം ഇവരെ വളഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന്റെ നടപടി അനുചിതമെന്നാണ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പറഞ്ഞത്. വില വർധനവ് കാരണം ആളുകൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ധനം വാങ്ങാൻ തുടങ്ങിയേക്കാമെന്നും ഇത് അധിക നേട്ടത്തിന് പകരം സംസ്ഥാനത്തിന് വരുമാന നഷ്ടമുണ്ടാക്കുമെന്നും ഡീലർമാർ ഭയപ്പെടുന്നു. സംസ്ഥാനത്ത് എത്ര വിധവകളും അനാഥരുമുണ്ടെന്ന് ഈ പണം ചെലവഴിക്കാനുള്ള യഥാർത്ഥ പദ്ധതി എന്താണെന്നും അസോസിയേഷൻ സർക്കാരിനോട് ചോദിച്ചു. ഇതിന് സർക്കാർ വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കോൺഗ്രസ് സംസ്ഥാനം കൂടെ ആടി ഉലയുകയാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.